ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോജീസ് കിച്ചൻ. ഇന്ന് നമുക്ക് ഒരു സ്ട്രോബെറി കേക്കാണ്. ഇത് സ്ട്രോബെറി ഫുൾ ലോഡഡ് സ്ട്രോബെറി കേക്ക് എന്ന് വേണമെങ്കിലും പറയാം. ഇത് എൻ്റെ സണ്ണിൻലയുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ 1.5 kg കേക്കാണ്. ഇത് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. വരൂ, അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്ട്രോബെറി കേക്ക് 1.5 kg സ്ട്രോബെറി കേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം മൈദ ഇടഞ്ഞെടുക്കാം. ഒരു അരിപ്പ് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇത് 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആൾ പർപ്പസ് ഫ്ലവർ 1.5 കപ്പ് മൈദ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടിയിട്ട് നമുക്ക് ഇടഞ്ഞെടുക്കാം. You make cake? Yeah, for you. മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, സാൾട്ട് എല്ലാം കൂടി അരിച്ച് വച്ചിട്ടുണ്ട്. 3 പ്രാവശ്യമെങ്കിലും അരിക്കണം. അരിച്ച് ഇതിവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇവിടെ 6 മീഡിയം സൈസിലുള്ള എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കണം. നമ്മൾ ഇതിന് സ്ട്രോബെറി എസൻസും കൂടി ഒഴിക്കാറുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒരു ബീറ്റർ വെച്ച് അല്ലെങ്കിൽ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നമുക്കൊന്ന് ഫ്ലഫി ആയിട്ട് അടിച്ചെടുക്കാം, ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ എഗ്ഗ് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ഇട്ട്, ഇവിടെ ഒരു ചെറിയ കൈ വരുന്നത് കണ്ടില്ലേ എല്ലാവരും, ഇട്ട് നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഇത് അടിച്ചെടുക്കാം. നമ്മുടെ എഗ്ഗും ഷുഗറും കൂടി നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അര കപ്പ് ഓയിലും 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഇതിലൊഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഓയിൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇടഞ്ഞു വെച്ച മാവ് കുറേശ്ശെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മൈദ മാവ് ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഞാൻ ഒരു 3/4 കപ്പ് സ്ട്രോബെറി ക്രഷ്, ഇത് സ്ട്രോബെറി ക്രഷ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. മാപ്രോയുടെ സ്ട്രോബെറി ക്രഷാണ് ഇത്. നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ഉള്ളതാണ്. ഇത് ചെറിയ ബോട്ടിലും കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഒരു 3/4 കപ്പ് ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഫുൾ ലോഡഡ് സ്ട്രോബെറി കേക്ക് ആയതുകൊണ്ടാണ് ഇതിൽ ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. ഇത് വേണ്ടാമെന്നുള്ളവർക്ക് ക്വിറ്റ് ചെയ്യാം. വെറും കളർ മാത്രം ചേർത്താലും മതി. ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, കളറിന് വേണ്ടിയിട്ടും ഈ ടൈഗറിൻ്റെ സ്ട്രോബെറി എസൻസ് കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. ഒരു 4-5 ഡ്രോപ്സ്. നമ്മുടെ ബാറ്റർ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനിഗർ കൂടി ഒഴിക്കാം. ഒഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്യാം. ഇവിടെ 9 ഇഞ്ചിൻ്റെ ഒരു ടിൻ എടുത്തിട്ടുണ്ട്. ഇത് 1.5 കിലോ ആയതുകൊണ്ട് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പാഷ്മെൻറ്റ് പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാം. കേക്ക് ബാറ്റർ നല്ലതുപോലെ ടാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രം ഗ്യാസിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇത് പാത്രം ഇറക്കി വെച്ചിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ ഒരു 35 to 40 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 40 മിനിറ്റായി. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. കേക്ക് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കേക്ക് എടുത്ത് പുറത്തേക്ക് തണുപ്പിക്കാം. നമ്മുടെ കേക്ക് ഡീമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു കേക്കാണ് ഇത്. ഇനി നല്ലതുപോലെ തണുത്തിട്ട് നമുക്ക് ഐസിങ് തുടങ്ങാം. സ്ട്രോബെറി കേക്കിന് വെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഇവിടെ ഞാൻ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 9 ടേബിൾ സ്പൂൺ
പഞ്ചസാരയും കൂടി ഇട്ട് നമുക്ക് ഒന്ന് സിറപ്പാക്കി എടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇവിടെ 2 കപ്സ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് നമുക്ക് ഫ്ലഫി ആയിട്ട് എടുക്കാം. നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വച്ചിട്ട് നമുക്ക് ഐസിങ് ചെയ്യാം. 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. കുറച്ച് സമയം അടച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. നമ്മുടെ സ്ട്രോബെറി കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഷുഗർ സിറപ്പ് ഇവിടെ ഉണ്ട്. നല്ല ആറി തണുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 1/4 കപ്പ് സ്ട്രോബെറി ക്രഷ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിക്കാം. ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് വെറ്റ് ചെയ്യുമ്പം കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ചിരുന്ന വിപ്പിംഗ് ക്രീം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. കുറച്ച് കേക്ക് ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലെയർ കേക്ക് ഇതിലേക്ക് വയ്ക്കാം. വച്ചിട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് കൊണ്ട് നല്ലതുപോലെ വെറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ സ്ഥലത്തും ഒന്നുപോലെ നമുക്ക് നല്ലതുപോലെ വെറ്റ് ചെയ്ത് കൊടുക്കണം. ഷുഗർ സിറപ്പ് വെച്ച് നല്ലതുപോലെ വെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലെയർ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാം. ഒരു ലെയർ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്ട്രോബെറി ക്രഷ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രഷ് സ്ട്രോബെറീസ് ഉണ്ടെങ്കിലും നമുക്ക് അത് ചോപ്പ് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം എന്നുള്ളതാണ്. സെക്കൻഡ് ലെയർ വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടി അതുപോലെ വെറ്റ് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് പീസ് കേക്കും വച്ചിട്ട് അതിൻ്റെ മുകളിലും വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലും നമുക്ക് സ്ട്രോബെറി ക്രഷ് സ്പ്രെഡ് ചെയ്ത് ഈവനായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെ ലെയർ കേക്കും വച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തും വെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് ക്രം കോട്ടിങ് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് മെയിൻ കോട്ടിങ് കൊടുത്തിട്ട് വച്ചതാണ് ഈ കേക്ക്. ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് പിങ്ക് കളർ അവിടെയും ഇവിടെയുമായിട്ട് ഡ്രാപ്സ് തൊട്ട് വച്ചിട്ട് അതിൻ്റെ അകത്ത് വിപ്പിംഗ് ക്രീം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് വച്ചിട്ട് നമുക്കൊരു സിമ്പിളായിട്ടൊരു റോസാട്ടെ ഡിസൈൻ ഉണ്ടാക്കാം. നമ്മുടെ സ്ട്രോബെറി കേക്ക് നല്ലതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. കുറച്ച് റോസാട്ടെ ഡിസൈനും കൊടുത്തിട്ട് അതിൻ്റെ പുറത്തായിട്ട് കുറച്ച് ഷുഗർ ബീഡ്സ്, സിൽവർ കളർ ഷുഗർ ബീഡ്സ്, ഹാർട്ട്സ്, സ്റ്റാർസൊക്കെ പേൾസ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഫ്രഷ് സ്ട്രോബെറി ഇല്ലാത്തതുകൊണ്ട് ടിൻഡ് സ്ട്രോബെറിയാണ്, ഇത് ഡ്രൈ സ്ട്രോബെറിയാണ് വെച്ച് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൺ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും ബ്ലോഗ്സും റിവ്യൂസും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ കമൻസിനെയും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.